ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ദുർഗ് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് മനുഷ്യക്കടത്ത് ആരോപിച്ച് വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. കന്യാസ്ത്രീയുടെ അറസ്റ്റിലെ ചോദ്യങ്ങളിൽ നിന്ന് കോടതിയുടെ തീരുമാനം വന്നിട്ട് പ്രതികരിക്കാം എന്ന് പറഞ്ഞ് ജോർജ് കുര്യൻ മന്ത്രി ഒഴിഞ്ഞു. അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ വരുന്നുണ്ട്. അത് കോടതിയുടെ തീരുമാനം വരട്ടെ ഇന്ന്. കാരണം ജാമ്യാപേക്ഷ ഇന്ന് കോടതി തീരുമാനിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പൊതുവേ ഉള്ള ഒരു കീഴ്വഴക്കം കോടതിയിൽ വരുന്ന വിഷയങ്ങളിൽ മന്ത്രി പ്രതികരിക്കാൻ പാടില്ല എന്നാണ്. മുൻവിധിയോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് കോടതി തീരുമാനം വന്നതിന് ശേഷം, ജാമ്യാപേക്ഷയിലുള്ള കോടതിയുടെ തീരുമാനവും കമൻറ്റും വന്നതിന് ശേഷം പ്രതികരിക്കാം. ഡി ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, എപ്പോഴാണ് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്? ഒപ്പം അതിന് കോടതിക്ക് പുറത്ത് എന്തെല്ലാം ഇടപെടൽ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ? ജാമ്യ ഹർജി ഉടൻ തന്നെ കോടതി പരിഗണിക്കും. പക്ഷേ ഇത് രാഷ്ട്രീയമായി തന്നെ വലിയ കൊടുങ്കാറ്റാണ് ഇപ്പോൾ പാർലമെന്റിൽ അയച്ചുവിട്ടിരിക്കുന്നത്. UDF എംപിമാരാണ് പാർലമെന്റ് വളപ്പിൽ തന്നെ ആദ്യ പ്രതിഷേധവുമായി ഇറങ്ങിത്തിരിച്ചത്. ബെന്നി ബെഹ്റാന്റെ നേതൃത്വത്തിൽ UDF എംപിമാർ ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു. ഇതുകൂടാതെ ഇപ്പോൾ അല്പനിമിഷം മുമ്പാണ് ഇടതുപക്ഷ എംപിമാരും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ എംപിമാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതുകൂടാതെ ഇപ്പോൾ FIR-ലെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ, ഈ കന്യാസ്ത്രീകൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ചുമത്തിയിട്ടുണ്ട്. ഈ സിസ്റ്റർ പ്രീതി മേരി ഒന്നാം പ്രതിയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. 3 പ്രതികളാണ് മൊത്തം ഉള്ളത്. ഇതിൽ മലയാളിയായ പ്രീതിയാണ് ഒന്നാം പ്രതി. മറ്റൊരു മലയാളിയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ആണ് രണ്ടാം പ്രതിയായിട്ട് കേസെടുത്തിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. BNS 143 വകുപ്പ് പ്രകാരവും കുറ്റം ചുമത്തിയിരിക്കുകയാണ്. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് സംശയിക്കുന്നതായി തന്നെ ഈ FIR ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഇത്തരം വകുപ്പുകൾ ഉൾപ്പെടുത്തി FIR ഇട്ടതിന് ശേഷം അറസ്റ്റ് ചെയ്യുമ്പോൾ മാസങ്ങളോളം ഇത് ഒരു ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ UP-യിലെ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നിരവധി കോടതികളിൽ ഈ കേസ് ആദ്യം ജാമ്യ ഹർജിക്ക് വരികയാണെങ്കിൽ പോലും ഇത് ജാമ്യം കിട്ടാത്ത, പ്രാഥമികമായ തന്നെ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ളവർ മാസങ്ങളായി ഇപ്പോൾ UP-യിൽ തടവിൽ കഴിയുകയാണ്. അതേ കുറ്റം തന്നെ ചുമത്തിയാണ് ഇപ്പോൾ അത് RPF-ന്റെ കൂടി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടികളെ കണ്ടത് ദുരൂഹ സാഹചര്യത്തിലാണെന്ന് RPF പറയുന്നതായി ഈ FIR രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരു കാരണവശാലും ഒരു ജാമ്യം പോലും ഇവർക്ക് ലഭിക്കരുത് എന്ന് കരുതിക്കൂട്ടിയുള്ള ഗുരുതരമായ വകുപ്പുകൾ, മനുഷ്യക്കടത്ത അടക്കം ഗുരുതരമായ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.